ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റിയാണ് നോക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റി 315 മുതൽ 323 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെയാണ്. അപ്പം മെറിറ്റ് സംവിധാനത്തിന്റെ കാവൽക്കാരനാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത് 1926. മറക്കരുത്, 1926 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായത്. ലീ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 1926 സ്ഥാപിതമാകുന്നത്. അപ്പോൾ കമ്മീഷൻ ഏതാണ്? ലീ കമ്മീഷനാണ്. സ്ഥാപിതമായത് 1926. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 315. ഇപ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ചോദിച്ചാൽ അനുച്ഛേദം 315 UPSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അപ്പോൾ അവരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. സംസ്ഥാന PSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇനി ഓരോ സംസ്ഥാനങ്ങളിലെയും PSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ UPSCയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന PSCകളുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് ആരായിരിക്കും? ഗവർണർ ആയിരിക്കും. UPSCയുടെ ആദ്യ ചെയർമാനാണ് സർ റോസ് ബാർക്കർ. അപ്പോൾ UPSCയുടെ ആദ്യ ചെയർമാൻ ആരാണ്? സർ റോസ് ബാർക്കർ. അദ്ദേഹത്തിൻ്റെ കാലയളവ് 1926 മുതൽ 1932 കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം UPSCയുടെ ചെയർമാനാകുന്നത്. അപ്പോൾ UPSCയുടെ ആദ്യ ചെയർമാനാണ് സർ റോസ് ബാർക്കർ. UPSCയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരനാണ് HK കൃപലാനി ആയിരുന്നു UPSCയുടെ ചെയർമാനായ ആദ്യ ഇന്ത്യക്കാരൻ. UPSC ചെയർപേഴ്സണായ ആദ്യ വനിതയാണ് റോസ് മിലൻ ബത്യു. ആരാണ് UPSC ചെയർപേഴ്സണായ ആദ്യ വനിതയാണ് റോസ് മിലൻ ബത്യു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ UPSC PSC എന്നിവയുടെ മൊത്തം അംഗസംഖ്യയിൽ പകുതി പേർ കേന്ദ്ര ഗവൺമെന്റിൻ്റെയോ സംസ്ഥാന ഗവൺമെന്റിൻ്റെയോ കീഴിൽ 10 വർഷം ഉദ്യോഗം വഹിച്ചവരായിരിക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ട് കേട്ടോ.